6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ലത സിജു വേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഓരോ ഭാഗത്തെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഹവായുടെ കാൽപ്പാട് എന്ന് പറയുന്ന ഒരു മുനമ്പിനെ കുറിച്ച് ഇന്നലെ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പല കാര്യങ്ങളും വിശദമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി മഴക്കാട് കഴിഞ്ഞാൽ പിന്നത്തെ കാഴ്ച ദക്ഷിണ റൊഡേഷ്യ, ഒരു സ്ഥലമാണ്. റൊഡേഷ്യയോട് തൊട്ടുകിടക്കുന്നതും ഏറ്റവും ഒടുവിലത്തേതുമായ ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ്. 4 ഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? നേരത്തെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. കിഴക്കേ അരുവിച്ചാട്ടം, മഴവില്ലിൻ്റെ വെള്ളച്ചാട്ടം, പ്രധാന വെള്ളച്ചാട്ടം, പിന്നെ ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ്. അതിൽ ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ അത് 200 അടി ഉയരം കാണുന്ന ഒരു ജലധാരയാണിത്. വീതി 90 അടിയും കരയോട് ഒരുമി ചരിഞ്ഞ് തിരിഞ്ഞുകൊണ്ടാണ് ഇത് താഴോട്ട് ചെന്ന് ചാടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒഴുക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 200 അടി ഉയരം അതിനുണ്ട്, പിന്നെ വീതി 90 അടി. അതിപ്പോൾ സാമാന്യം വലിപ്പമുള്ളതാണ്. അതിൻ്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് കരയോടൊരുമി, കരയോട് ചേർന്ന് ചരിഞ്ഞും തിരിഞ്ഞുമൊക്കെ ആണ് അത് ഈ ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ് എന്ന ആ ഒരു ജലപാതത്തിൻ്റെ അവസ്ഥ, അതിൻ്റെ ഒഴുക്ക്. ഈ വെള്ളച്ചാട്ടത്തിനെതിരായി കരയിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന കാട്ടുമരങ്ങൾക്കിടയിൽ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിരുന്നത് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിരുന്നു ഈ ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ് എന്ന ആ ജലപാതത്തിന് എതിരായിട്ട്. പിന്നെ കാട്ടുമരങ്ങൾക്കിടയിൽ തലയിൽ മഞ്ഞത്തൊപ്പിയും കയ്യിൽ ഊന്നിപ്പിടിച്ച മുളവടിയുമായാണ് ഉള്ള രീതിയിലാണ് വെള്ളച്ചാട്ടത്തെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മട്ടിലാണ് ആ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളതിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു. കാട്ടുചെടികൾക്കിടയിൽ തലയിൽ മഞ്ഞത്തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ കമ്പ് ഊന്നിയൊക്കെ നിൽക്കുന്ന ഒരു പ്രതിമ ഈ വെള്ളച്ചാട്ടത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന രീതിയിലാണ്. സാംബസി നദിയുടെ ദക്ഷിണ റൊഡേഷ്യൻ തീരത്ത് നിന്നും മഴക്കാലത്ത് നാടൻ തോണികളിലും വേനൽക്കാലത്ത് ആഴം കുറഞ്ഞ വെള്ളത്തിലൂടെ കാൽനടയായി നമുക്ക് ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ് അടുത്തേക്കുള്ള തുരുത്തിൽ ചെന്ന് പറ്റാൻ കഴിയും. അപ്പം വേനൽക്കാലമായാൽ ദക്ഷിണ റൊഡേഷ്യ, പിന്നെ നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അവസാന ഭാഗം ചെന്നുചേരുന്ന സ്ഥലം റൊഡേഷ്യ, ദക്ഷിണ റൊഡേഷ്യയിൽ അവിടെ വെള്ളത്തിലൂടെ വേനൽക്കാലത്ത് കാൽനടയായും മഴക്കാലത്ത് നാടൻ തോടുകളിലും ഒക്കെ കയറി ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ് അടുത്തുള്ള ആ തുരുത്താണല്ലോ ഇതിനെ 4 ഭാഗങ്ങളാക്കിയിട്ട് ഈ നമ്മുടെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ മാറ്റുന്നത്. അപ്പം ആ തുരുത്തിൽ അവിടെ ചെന്ന് പറ്റാൻ കഴിയും. ഇപ്പോൾ ഈ തുരുത്ത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ പിന്നെ സാമ്പ്രാണിക്കൊടി, മൺട്രോ തുരുത്ത് ഒക്കെ കേട്ടിട്ടില്ലേ? അതേപോലെയുള്ള സാമാന്യം വലിപ്പമുള്ള ഭാഗം. ഈ തുരുത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് നോക്കിയാൽ തൊട്ടു മുന്നിൽ സാംബസി പാതാളത്തിലേക്ക് നിരങ്ങി വീഴുന്ന കാഴ്ച കാണാം. അതാണല്ലോ, ആ ജലപാതത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം 4ആയിട്ട് പകുത്തതിന് ശേഷം അതിൽ സാംബസി നദിയിലേക്ക് പതിക്കുന്ന ചെകുത്താൻ്റെ കുത്തിത്തിരിപ്പ് എന്ന ഭാഗം നമുക്ക് ഈ ദക്ഷിണ റൊഡേഷ്യയുടെ ഭാഗത്തു കൂടി ചെന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. വെള്ളച്ചാട്ടങ്ങളുടെ തിരക്കും തിക്കും കോലാഹലങ്ങളുമെല്ലാം കഴിഞ്ഞ് 4 വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുമുള്ള വെള്ളം മുഴുവനും ഒന്നായി തിളച്ച് മറിഞ്ഞും നുരച്ചിരമ്പിക്കൊണ്ട് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇവിടെ വെച്ചാണ് നദി വീണ്ടും പാറപ്പിളർക്കിലേക്ക് പ്രയാണം തുടങ്ങുന്നത്. തിളയ്ക്കുന്ന പാത്രം, ബോയിലിംഗ് പോട്ട് എന്നാണ് ഈ കയത്തിന്, അവിടെ ആ വലിയ വെള്ളക്കെട്ടിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ 4ആയിട്ട് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം കൂടെ ഒന്നു ചേർന്ന് ഈ തിളച്ച പാറയുടെ ഇടക്കിലേക്ക് അതിനെ അവിടെ പറഞ്ഞിരിക്കുന്ന വെള്ളം മുഴുവനും ഒന്നായി തിളച്ച് മറിഞ്ഞ് നുരച്ചിരമ്പിക്കൊണ്ട് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു. അത് നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് ഭാഗം സമതലം ഭാഗത്തേക്ക് ഒഴുകിയിട്ട് പിന്നെ ഒരു പാറക്കെട്ടിലേക്ക് പതിച്ച് താഴേക്ക് വരുന്നതാണ് ഈ വെള്ളച്ചാട്ടമെന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന ആ സമതലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം തിളച്ചു മറിഞ്ഞാണ് അത് എന്താണ് അതിൻ്റെ ആധികാരികമായ കാര്യമെന്ന് ഇവിടെ വിവരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ തിളച്ചു മറിഞ്ഞു കിടക്കുന്ന ആ വെള്ളം നുരച്ച് പതഞ്ഞ് എന്ത് ചെയ്യുന്നു, ഈ പാറക്കെട്ടിലേക്ക്, കൊട്ടത്തളം എന്ന് ഉദ്ദേശിക്കുന്ന സമതല പ്രദേശമാണ്, അവിടുന്ന് ആ പാറപ്പിളർക്കിലേക്ക് പ്രയാണം എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ്. യാത്ര തുടരുന്നു. ആ ഭാഗത്തെ ബോയിലിംഗ് പോട്ട് അല്ലെങ്കിൽ തിളയ്ക്കുന്ന പാത്രം എന്നാണ് അവിടുത്തെ ആ വെള്ളച്ചാട്ട കയത്തിൻ്റെ പേര്.
ബാക്കി വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കൂട്ടുകാരെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അഭിപ്രായങ്ങളും അറിയിക്കണേ. പഠന പ്രവർത്തനങ്ങളിൽ ബാക്കി എല്ലാ പഠന പ്രവർത്തനങ്ങൾ അപ്പോൾ പറയുന്നതായിരിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. എല്ലാവർക്കും താങ്ക് യു.